കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ശ്രേയ മോളെ കാണുന്നില്ലല്ലോ. ദേവ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി സമയം കിട്ടില്ലോ എന്ന് സമാധാനിച്ചതാ. അപ്പോഴേക്ക് ശ്രേയ വരുമെന്നും കരുതി. പെണ്ണ് എവിടെ പോയി കിടക്കുക? എന്റെ ഭഗവാനെ ശ്രീരാമ, മുഹൂർത്തം അടുത്തല്ലോ. ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എല്ലാം. ദേവമോനെ, സിന്ദൂരം കയ്യിൽ വാങ്ങിച്ചോ മോനെ? ഏയ് ദേവാ, കല്യാണം കഴിയുന്നവരെ മുഖം കാണാൻ പാടില്ലെന്നറിയില്ലേ? അവന് ധൃതിയായി തോന്നേ. ആചാരങ്ങൾ തെറ്റിക്കാനുള്ളതല്ല. പിന്നെ ഞാനിങ്ങനെ സിന്ദൂരം ചാർത്ത്. നീ സിന്ദൂരം കയ്യിലെടുത്താ മതി. മോള് നിന്റെ കൈ പിടിച്ച് ആ സിന്ദൂരം നെറുകയിൽ ചാർത്തിക്കോളും. മോതിരം കൊണ്ട് വേണം തൊടാൻ, വെറും കൈ കൊണ്ട് തൊടാൻ പാടില്ല. എന്തേടി നമ്മളുണ്ടാക്കിയ മോതിരങ്ങ് കൊടുക്ക്. അത് വൈദേഹിയല്ലേ അമ്മേ? ഒന്ന് പോടി, നീ ഒന്നും മിണ്ടാതിരിക്ക. മോതിരം കൊടുക്ക്. ഇതാ. ഇതെടുത്തോളുക. എല്ലാവരോടും താലി തൊട്ട് അനുഗ്രഹിക്കാൻ പറയണം. ആയിക്കോട്ടെ തിരുമേനി. ഹേ ജയ, ഒന്ന് പെട്ടെന്ന് വാ. കുട്ടി, വരന്റെ കയ്യിൽ മോതിരം അണിയിച്ചു കൊടുക്കുക. വാങ്ങിച്ചോളുക. വിരലിട്ട് കൊടുത്തോളൂ. ഇന്ന് കയ്യിൽ തന്ന റോസാപ്പൂ ഒരിക്കൽ നിന്റെ കഴുത്തിൽ മാലയായി ഞാൻ ചാർത്തും. ഇത് ഞാൻ തരുന്ന വാക്കാ. നിറവേറണമെന്ന് നീയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ഇത് ഞാൻ തരുന്ന വാക്കാ.
എന്റെ ജീവനുള്ളിടത്തോളം ഈ കൈ ഞാൻ വിടില്ല ശ്രേയെ. ശുഭമംഗളം സാന്ദ്രാനന്ദം നെഞ്ചിനുള്ളിൽ എന്തൊരുത്സവം കുസലദേശമേ ഉണര് കോകിലം പോലാശയിൽ പല്ലവി പാട് വെണ്ണയും തോൽഭൂമിയുടലിൽ വെണ്ണിലാ ചന്ദന ചാരും പൂശ് ഇനി വധുവിന്റെ കയ്യിൽ വരനാണ് മോതിരിട്ട് കൊടുക്കേണ്ടത്. സീതാമുഖം ചുവന്നു സീതാസീമന്തം എങ്ങുമെങ്ങും ശുഭമംഗളം സാന്ദ്രാനന്ദം നെഞ്ചിനുള്ളിൽ എന്തൊരുത്സവം. ആര്യപുത്ര സാമീപ്യത്തെ ആറ്റുനോൽക്കും നാളുകൾ ആശയുള്ള വസ്തുക്കൾ മേലാത്തിയേറുമല്ലോ ഈ കണ്ണിനയിൽ കണ്ടിടും കനകക്കിനാവിന്റെ കണ്ണീളം പൈതലല്ലയോ സീതാസീമന്തം എങ്ങുമെങ്ങും ശുഭമംഗളം സാന്ദ്രാനന്ദം നെഞ്ചിനുള്ളിൽ എന്തൊരുത്സവം. താലിയില്ലെങ്കി പിന്നെ കല്യാണം എവിടുന്ന് നടക്കാനാ? ഞാനൊന്ന് കാണട്ടെ. ചെറിയമ്മേ, അവരുടെ വെപ്രാളം ചെറിയമ്മ ശ്രദ്ധിച്ചായിരുന്നു. ആ, അതിനിപ്പോ എന്താ ഓർമ്മ? താലി അടിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടായിരുന്നു ചെറിയമ്മേ. ഇങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് നിർത്താന്ന് കരുതിയ. ഒന്നും വേണ്ട, ഈ കല്യാണം നടക്കണം. അതെന്താ ഊർമിളെ? ഞാൻ പറയാം, കാര്യമുണ്ട്. കുറച്ചു നേരം കൂടി ക്ഷമിക്കും. എന്തുപറ്റി സുലേഖാമി? ഒന്നുമില്ല മോളെ. താലി കാണാതായെന്ന് തോന്നുന്നല്ലോ. അതെ ഊർമിളെ, എവിടാ പോയെന്നറിയില്ല. ചെറിയമ്മേ, എന്റെ ചെറിയമ്മയുടെ കയ്യിലുണ്ടത്, വാങ്ങിച്ചോളൂ.
ചുമ്മാ ഒരു രസത്തിന് എടുത്തു വച്ചതാ. നിങ്ങളായതുകൊണ്ട് താലി തിരികെ കിട്ടി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടം കൊണ്ട് തീർന്നേനെ. കല്യാണത്തിന്റെ ചടങ്ങുകൾ തുടങ്ങിയായി. വരനും വധുവും ആദ്യം പരസ്പരം കൈകൾ തലയിൽ വെച്ചോളുക. സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചോളുക. എന്റെ ശ്രേയമോളിരിക്കേണ്ട സ്ഥാനം അത്. പണ്ടേ അനാഥകൾ അവിടെ കയറി ഇരിക്കുന്നു. ശ്രേയ എപ്പ കയറി വന്നാലും എന്തെങ്കിലും ഒപ്പിച്ച് ഈ ചടങ്ങുകളൊന്ന് നിർത്തണം. എന്നിട്ട് തഞ്ചത്തിൽ അവളെ പിടിച്ചിരുത്തണം. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുകയാണോ? ജയ, നീ വരണ്ട. വീട്ടിൽ ആരെങ്കിലും കണ്ട കൊന്നു കളയും. പൊയ്ക്കോ. ശരി, ബൈ. ശരി. അച്ഛ ഇനി വൈകിക്കണ്ട. താലി കെട്ടാനുള്ള മുഹൂർത്തം കഴിയാറായി. നല്ല കാര്യങ്ങൾ സമയത്തിന് നടന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ? അപ്പൊ ഇനി എന്തിനാ വൈകിക്കുന്നത്? ശരിയാണ് മോളെ. എന്നാ പിന്നെ തിരുമേനി, ദേവനോട് സമയം പാഴാക്കാതെ മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞോളൂ. അങ്ങനെ തന്നെ ആവട്ടെ. ശ്രേയ ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. വരുണിന്റെ അടുത്ത് അവള് ചാടിപ്പോയി. എന്നിട്ടും ദേവന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല. ഇനി അടുത്ത ജന്മത്തിൽ നിന്റെ പ്രണയിനിക്ക് താലി കെട്ടാൻ ദേവാ. വൈദേഹി ചേച്ചി, ചേച്ചി അവിടെ പോയിരിക്ക.
രാജാക്കന്മാരുടെ ആചാരപ്രകാരോ കല്യാണം നടന്നിരിക്കുന്നത്. പെണ്ണിന്റെ മുഖം പോലും കാണിക്കില്ലല്ലോ ഇവര്. അതിനെന്താ, ശ്രേയ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതല്ലേ. അതൊക്കെ ശരി തന്നെയാ. കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിട്ട് അവളെ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ. കൊട്ടാരത്തിലെ കാര്യമല്ലേ, നമ്മുടെ കുടുംബങ്ങളിലൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചടങ്ങുകളെയല്ല. അപ്പോ താലി കെട്ടുന്ന സമയത്തും വൈദേഹി ചേച്ചി ആരോടും ഒന്നും പറയാതെ എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഇനി ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. കോടീശ്വരിയാകാനുള്ള ഭാഗ്യം ഇനിയും എനിക്കുണ്ട്. ആ താലി കെട്ടുന്നത് വരെ മുഖം പുറത്ത് കാണിക്കരുതെന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചന്തത്തിൽ ഒരുങ്ങി വന്നു. കിളിക്കാൻ പറ്റി പോലെ സംസാരിച്ചോണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പൊ തലയും കുപ്പിട്ട് ഒന്നും വിടാതെ നിൽക്കുന്നത്. വൈദേഹി പിന്നെ സ്വതവേ സംസാരിക്കില്ലെന്ന് വെക്കാം. കല്യാണം കഴിഞ്ഞെന്ന് കരുതി നീ എന്താ വൈദേഹിയെ പോലെ ആവാൻ ശ്രമം നടത്തുവാണോ? എന്നാ പിന്നെ ശരി, ചടങ്ങുകളൊക്കെ തീരുമ്പോ അവിടെ ഇരുന്നതിന്റെ ക്ഷീണം കാണുവേ. നിങ്ങളൊക്കെ പോയി ഭക്ഷണം കഴിച്ചോളൂ. ആയിക്കോട്ടെ, നിങ്ങളും വന്നോളൂ.